മഴത്തോരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചർച്ചയെല്ലാം കഴിഞ്ഞ് ശിവേട്ടനും കൂട്ടരും കൂടി കമലയുടെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയ ഉടനെ തന്നെ കമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായി എന്നുള്ള കാര്യം. കമല, നീ ആദ്യം പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, തണുത്തതെന്ന് പറയുന്നുണ്ട്. കമല എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ പോലും കമലയ്ക്ക് എന്തായി എന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനമില്ലേ. ശിവേട്ട, നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നത് കമല പോയടുന്ന് തിരികെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആരും വിചാരിച്ച പോലെയല്ല, അയാള് നല്ല കളി കളിക്കുകയായിരുന്നു. അലീന ബാലേന്ദ്രന്റെ മകളാന്ന് പറയാണേ. അതെങ്ങനെ ശിവേട്ട ശരിയാവുന്നത്? അവൻ ഇതിന്റെ പുറകിൽ നല്ലപോലെ ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് അലീന ഇവിടെ എത്തിയത്. അതിന് അച്ഛനും മനുവും കൂടി ചേർന്നിട്ടല്ലേ അലീനയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതൊക്കെ വെറും നാടകമാണ് എന്നും എല്ലാം ബാലേന്ദ്രനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് അവന് ഏതോ ഒരുത്തിയിലുണ്ടായ കൊച്ചാണ് അലീന. അതിനെ കഴക്കൂട്ടത്ത് സ്നേഹനികേതനത്തിന് ദാനം ചെയ്തു. അവള് വളർന്ന് ഓർഫണേജിന് ഒരു ബാധ്യതയായപ്പോ ആ ഓർഫണേജിന്റെ നടത്തിപ്പുകാരി ഇവിടെ വന്ന് അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അവളെ ഇവിടെ എടുക്കണം, അല്ലെങ്കിൽ മോളുടെ ജീവിതം തകർക്കുമെന്ന്. ഒന്നും പറയണ്ട, നമ്മളൊക്കെ വെറും മണ്ടന്മാരും മണ്ടികളും. ഇത്രയൊക്കെ കേട്ടിട്ടും കമലയുടെ സംശയം മാറുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, ശരിക്കും ബാലേന്ദ്രന്റെ മകൾ തന്നെയാണോ അലീന എന്ന്? അതെ, അതുകൊണ്ടാണല്ലോ അവൻ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ചേടാ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് കമല ചോദിക്കുമ്പോഴേക്കും രാമുണി മാമന്റെ മകൻ പറയുന്നുണ്ട്, വൈജയ്ക്ക് ഒരിക്കലും അവളെ താങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവളെ എവിടുന്നാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കണമെന്ന്. കടപ്പാട്ടൂര് അവളെ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും വൈജയന്തി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് ചങ്ക് പൊട്ടും. അവളല്ലാതെ അവന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും അതിലൊരു മകളുണ്ട് എന്നും ആരും അറിയാതെ ഇതൊന്നും അടക്കി വെക്കാൻ വേണ്ടിയിട്ട് അടയ്ക്കോ ജാതിക്കോ കോവയ്ക്കോ അങ്ങനെയൊന്നും അല്ലല്ലോ, വളർന്നു വന്നൊരു പെണ്ണല്ലേ എന്നാണ് ആ രാഷ്ട്രീയ പ്രവർത്തകൻ ചോദിക്കുന്നത്. എന്തായാലും വൈജയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് അവളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നാണ് അവരുടെ അഭിപ്രായം. അതെന്തായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ എന്തായാലും എല്ലാവരും ഇരിക്കും, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കമൽ അവിടുന്ന് പോകുന്നുണ്ടേ. കമൽ അവിടുന്ന് പോയിട്ട് നേരെ വിളിക്കുന്നത് മനുവിനെയാണ്. സംസാരിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ദേ അമ്മ, ഞാൻ വണ്ടി സൈഡാക്കാം എന്ന് പറഞ്ഞിട്ട് വണ്ടി സൈഡാക്കി സംസാരിക്കുകയാണ്. അലിനെ നീ ആദ്യമായിട്ട് എവിടെ വെച്ചിട്ടാ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഓർഫനേജിൽ വെച്ചിട്ടാണ്, കഴക്കൂട്ടത്ത് എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് നിനക്ക് അലീനയെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ അറിയാനമ്മേ, അന്ന് മുത്തശ്ശിന്റെ കൂടെ പോയപ്പോഴാണല്ലോ ആദ്യമായിട്ട് ഞാൻ അവളെ കാണുന്നത് തന്നെ. മുത്തശ്ശൻ നിന്റെ അടുത്ത് അവളെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നായിരുന്നു അടുത്തതായിട്ടുള്ള കമലയുടെ ചോദ്യം. അവൾക്ക് കിടപ്പ് രോഗികളൊക്കെ നന്നായിട്ട് നോക്കാൻ അറിയാം, മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി കൊണ്ടുവരാം, അവള് നല്ലൊരു കുട്ടിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നും പറഞ്ഞില്ലേ. വേറെ എന്നാ പറയാനാ, അച്ഛൻ അന്ന് ആദ്യമായിട്ടാണോ കഴക്കൂട്ടത്ത് വെച്ചിട്ട് അലീനയെ കണ്ടത്? അതേ എന്ന് മനു പറയുന്നുണ്ട്. അടുത്തതായിട്ട് കമല പറയുന്നത്, എടാ ആ ബാലേന്ദ്രൻ ഉണ്ടല്ലോ, അവൻ നമ്മൾ എല്ലാവരും പറ്റിക്കായിരുന്നു ഇത്രയും കാലം. എങ്ങനെ പറ്റിച്ചു എന്നാണ് അമ്മ ഈ പറയുന്നത് ചോദിക്കുമ്പോൾ അതെല്ലാം ബാലേന്ദ്രൻ തട്ടിക്കൂട്ടിയ ഒരു നാടകമായിരുന്നു. അയാളുടെ മകളാണ് അലീന എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ആരുടെ, ബാലേന്ദ്രൻ അങ്ങളുടെയോ? അയാളുടെ സ്വന്തം മകളാണ്. അയാൾ ഏതാ സാധനം എന്നുള്ള കാര്യം നിനക്കറിയാം, ഞാൻ പറഞ്ഞു തരാം, നീ കേട്ടോ എന്ന് പറയണേ കമല. എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞ ആ കഥയുണ്ടല്ലോ അത് മനുവിന്റെ അടുത്ത് കമല പറയുന്നുണ്ട്. കഥകളെല്ലാം കേട്ടതിന് ശേഷം മനു പറയുന്നത്, അമ്മേ എനിക്കിതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ്. ഇതിൽ എന്തോ ഒരു ഉടായ്പുണ്ട്. പക്ഷെ കമല വിട്ടുകൊടുക്കോ, നീ വിശ്വസിക്കണ്ടടാ, നീ പോയിട്ട് ബാലേന്ദ്രന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു നോക്ക്. നിനക്ക് ബാലേന്ദ്രനും അലീനയും വലിയ പുണ്യാളന്മാരായിരുന്നല്ലോ, ഇപ്പോ രണ്ടിന്റെയും തനിനിറം പുറത്തായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ ചോദിക്കും, അങ്കിളിനോട് നേരിട്ട് ചോദിക്കും. അമ്മ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വെക്കുകയാണേ. അപ്പോഴേക്കും മനുവിന് ചെറുതായിട്ട് ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. വേഗം തന്നെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ പോകുന്നുണ്ട്. വണ്ടിയുമായിട്ട് നേരെ ചെല്ലുന്നത് കടപ്പാട്ടൂരേക്കാണ്. ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ബബിതയാണ് വന്ന് കഥക് തുറക്കുന്നത്. മനുവിന്റെ അടുത്ത് ആരെയാണ് കാണേണ്ടതെന്നുള്ള കാര്യം ബബിത ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ബാലേന്ദ്രൻ അങ്കിൾ, അലീന, പിന്നെ വൈജാന്റി 3 പേരെയും കാണണം. എന്തിനാന്ന് ബബിത ചോദിക്കുമ്പോൾ ഇന്ന് ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബാലേന്ദ്രൻ അങ്കിളും ഞങ്ങൾ കൈതക്കൽ കുടുംബക്കാരുമായിട്ട് സുന്ദരിയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ചില കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാനുണ്ട്. അതിൽ നമുക്കൊന്നും റോളില്ലല്ലോ എന്ന് ബബിത ചോദിക്കുമ്പോൾ നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്നവരല്ലേ, ഇന്ന് പുതിയ കഥ വല്ലതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അലീനയെ കാണട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും വൈജ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. മനുവിനെ കണ്ട ഉടനെ തന്നെ വന്നിട്ട് പറയുന്നത്, അവളെ കാണാനാണല്ലോ നിന്റെ വരവ്, അമ്മയുണ്ടായിരുന്നപ്പോ ആ പേരും പറഞ്ഞു വന്നു, ഇപ്പോ പുതിയ കാരണം വല്ലത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മനു കണ്ടുപിടിച്ചു, ഞാനിപ്പോ കണ്ടിട്ട് വരാം എന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അലീനയുടെ മുറിയിൽ ചെന്നിട്ട് കഥകിന് മുട്ടുവാണേ മനു. അലീന കഥക് തുറന്നു കൊടുക്കുമ്പോൾ റൂമിലേക്ക് കയറിയിട്ട് എനിക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, വിരോധം ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മനുവേട്ടൻ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? അല്ല, സബ്ജക്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണെന്ന് മനു. എന്താ മനുവേട്ടാന്ന് അലീന ചോദിക്കുമ്പോൾ ഇന്ന് ഒരു കൂടിക്കാഴ്ചയും ഒത്തുതീർപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ സുനിതാന്റിയുടെ വീട്ടിൽ വെച്ചിട്ട്, അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് അലീനയുടെ മറുപടി കേട്ടിട്ട് അച്ഛനെന്നൊക്കെ പബ്ലിക്കായിട്ട് വിളിക്കാൻ തുടങ്ങി അല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ടേ. അച്ഛൻ പറഞ്ഞു അങ്ങനെ വിളിച്ചോളാൻ, പിന്നെ എനിക്കും അതാണ് ഇഷ്ടം.
നീ ശരിക്കും അദ്ദേഹത്തിന്റെ മകൾ തന്നെയാണോ? അത് എനിക്കറിയില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞു. നീ അദ്ദേഹത്തിന്റെ മകളാണെന്നുണ്ടെങ്കിൽ നീ എങ്ങനെ അറിയാതെ പോയി? ഇപ്പൊ എങ്ങനെ അറിഞ്ഞു? അത് എനിക്കറിയില്ല മനുവേട്ട. അടുത്തതായിട്ട് മനു ചോദിക്കുന്നത് നിന്റെ അമ്മ ആരാണെന്നാണേ. ഇത്രയും കാലം എവിടെയായിരുന്നു? അങ്കിള് നിന്നെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? അങ്ങനെ ഇതിനൊന്നും മറുപടി എന്താ പറയേണ്ടെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അലീന ഉള്ളത്. ഇതൊന്നും എനിക്കറിയില്ല മനുവേട്ട, അങ്കിളിനോട് ചോദിക്കണം. അലീനയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അലീന എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. നീ ഒഴിഞ്ഞു മാറല്ലേ അലീന എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്നത് അച്ഛനാണ്. അച്ഛനോട് ചോദിക്കും മനുവേട്ടാ, അപ്പോ നിനക്കൊന്നും പറയാനില്ല അല്ലേ? അത് കേട്ട് അലീന കുറച്ചങ്ങ് മാറി നിന്നിട്ട് വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്നുള്ള കാര്യം മനുവേട്ടനൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന്. നിനക്ക് എന്ത് ടെൻഷനാണ്? വേലക്കാരിയായി വന്ന നിനക്ക് ഇതെല്ലാം ബോണസ് അല്ലേ? അച്ഛനെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി, ഒരു കുടുംബം കിട്ടി, എല്ലാവർക്കും മീതെ സ്ഥാനവും കിട്ടി. ഇനി എന്താ വേണ്ടത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മനുവേട്ടാ. നിന്നെ ഞാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ പലപ്പോഴും നിന്നെ പിടിച്ചു നിർത്തിയത് ഞാനാണ്. ശരി, എന്തായാലും ഞാൻ ബാലേന്ദ്രൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങുവാണേ. അത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്. മനു വന്ന് കതകിന് മുട്ടുന്ന സമയത്ത് ഡോർ തുറക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അങ്കിൾ എന്തിനാ ഇത് ലോക്ക് ചെയ്തിടുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് ബാലേന്ദ്രൻ. അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ? പെട്ടെന്ന് ഒരു അറ്റാക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കതക് എങ്ങനെ തുറക്കും? ഉള്ളിൽ നിന്നുള്ള അറ്റാക്ക് ഞാൻ മാനേജ് ചെയ്തോളാം എന്നാണ് ബാലേന്ദ്രൻ മറുപടി കൊടുക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്നുള്ള അറ്റാക്കിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അങ്കിളിന് ഇപ്പോൾ ആരെയും വിശ്വാസം ഇല്ലാണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ എനിക്ക് നിന്നെ വിശ്വാസാടാ, നീ കയറി വാ എന്ന് പറഞ്ഞിട്ട് മനുവിനെ ഉള്ളിലേക്ക് വിളിക്കുവാണ്. അത് കഴിഞ്ഞ് മനുവും അതുപോലെ തന്നെ ബാലേന്ദ്രനും ഇങ്ങനെ ഇരിക്കുവാണ്. അങ്കിളെ, ഞാൻ പല ഫ്രസ്ട്രേഷനിലാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്കിള് പലതവണ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണ് അതിന് മാത്രം ഞെട്ടിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്കിള് ആദ്യം ഒരു വെടി പൊട്ടിച്ചു. ആദ്യം അലീനയെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി, അത് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന്. രണ്ടാമതൊരു വെടി പൊട്ടിച്ചു, അവള് ദത്തുപുത്രിയാക്കിയിട്ട്, അത് പിന്നെ അവളെ ഗൈഡ് ചെയ്യാനെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്, അവളെ സേഫ് ആക്കാനും പിന്നെ അവൾക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കാനും. പക്ഷേ അങ്കിള് ഇന്ന് പൊട്ടിച്ച ബോംബുണ്ടല്ലോ, അത് എനിക്ക് അത്ര അങ്ങ് ദഹിച്ചിട്ടില്ല. അലീന അങ്കിളുടെ മകളാണെന്ന്, അതിന് അങ്കിൾ ഒരു വേറെ കഥ ഉണ്ടാക്കിയിരിക്കുന്നു. വേറൊരു സ്ത്രീ, ആംഗ്ലോ ഇന്ത്യൻ, മാരേജിന് മുമ്പ് തുടങ്ങിയ ബന്ധം, ഗർഭം. ഇതൊക്കെ കേട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് കുഴപ്പം? എനിക്കെന്താടാ ഗൾഫിൽ വെച്ചിട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയുമായിട്ട് ബന്ധം ആയിക്കൂടെ? എനിക്കെന്ന് 26 വയസ്സ്, അവർക്കപ്പം 40 വയസ്സ്. പരസ്പരം കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റുമോ? എന്താടാ എല്ലാവരും വിശ്വസിച്ചല്ലോ, നിനക്ക് വിശ്വാസമായില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ആ മനു ആണെങ്കിൽ ഇരുന്നിടത്ത് അങ്ങ് എഴുന്നേക്കാണ്. എന്നിട്ട്, അങ്കിളെ, നമ്മളൊരു മുഖംമൂടി വെക്കുന്ന സമയത്ത് അത് നമുക്ക് ഇണങ്ങുന്ന രീതിയിൽ വെക്കണം. അങ്കിൾ ഇപ്പൊ പറഞ്ഞ കാര്യം ഫേക്കാണ്, ഫേക്കാണ്, ഫേക്കാണ്. എടാ, ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിച്ചല്ലോടാ. നിന്റെ അച്ഛൻ, കൊച്ചച്ഛൻ, നിന്റെ വല്യച്ഛൻ, നിന്റെ കുടുംബത്തിലുള്ള ഉണ്ണാക്കന്മാരെല്ലാവരും വിശ്വസിച്ചു. അത് കേട്ട മനു ആണെങ്കിൽ കുടുംബത്തെ കുത്തി പറയല്ലേ അങ്കിളെ എന്ന് പറയുന്നുണ്ട്. അതെന്താടാ കുത്തി പറഞ്ഞാല്? എടാ, എന്തോന്ന് കുടുംബാടാ കൈതക്കില്, നീ എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടുന്ന ഞാൻ ആലോചിക്കുന്നത്. എടാ, ആർക്കെങ്കിലും ഇച്ചിരെങ്കിലും ഒരു മനസാക്ഷി എന്ന് പറയുന്ന കാര്യമുണ്ടോ? നിന്റെ മുത്തശ്ശന് അതുണ്ടായത്, കുറച്ചെങ്കിലും മനസ്താപം ഉണ്ടായത് അയാൾ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ്. അങ്കിളെ, ആ കാര്യങ്ങളൊക്കെ വിട്. അങ്കിൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞത്? അതിന്റെ ഉദ്ദേശം എന്താണ്? അങ്കിളെ, ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കത്തുമില്ല. നീ വിശ്വസിക്കണ്ടടാ. ആർക്കാണ് ഇപ്പൊ നിർബന്ധം നിന്നെ വിശ്വസിക്കണമെന്ന്? എന്തായാലും എനിക്കില്ല. അങ്കിളെ, ഇതൊന്നും ഒരു കുട്ടിക്കളിയല്ല. കുടുംബം തകർന്നു കിടക്കുവാണ്. പലരും പല വഴിക്ക് ചിതറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചിതറിപ്പോകും ആന്റി. എത്രയായാലും ഒരു സ്ത്രീയല്ലേ, അവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നതിൽ ഒരു പരിധിയുമില്ലേ അങ്കിളെ? അതുപോലെ തന്നെയല്ലേ അങ്കിളെ അങ്കിളുടെ മക്കളും? അവര് എന്താ പിഴച്ചത്? അവര് അച്ഛനെ എങ്ങനെ കാണണം? കണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ കൂടെ കഴിഞ്ഞ കാലത്ത് അലമ്പായി ജീവിച്ചിട്ട് ആ വകയിലുള്ള മകളെ വിളിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന വെറും എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണേ. ഇല്ലെങ്കിലേ ഞാന് പറഞ്ഞ കടുത്തു പോകും എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് നിർത്തുവാണേ. ഇല്ലടാ, നീ പറയടാ, മടിക്കണ്ട, ഞാൻ കേട്ടോളാം. അങ്കിൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞത്? സ്വന്തം മുഖവും വ്യക്തിത്വവും എല്ലാം നശിപ്പിച്ചു. തറയായിട്ട് തന്നെത്താൻ വേഷം കെട്ടി. എന്തിനാണ് ഈ കോമാളി വേഷം കെട്ടുന്നത്? ആരെ തോപ്പിക്കാനാണ്? എന്ത് കിട്ടാനാണ്? എനിക്ക് അങ്കിളെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. സത്യം പറയാണ് അങ്കിളെ. ഇത് കേട്ട ബാലേന്ദ്രനാണെങ്കിൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ലെന്ന് പറയാണേ. അങ്കിളെ, ഇതിന്റെ എല്ലാം പുറകില് എന്താണ്? എന്നോടെങ്കിലും സത്യം എന്താന്ന് പറ. അങ്കിള് എന്റെ റോൾ മോഡൽ ആയിരുന്നു, അറിയോ? എന്നിട്ട് ഇപ്പോ ഇങ്ങനെ. അത് കേൾക്കുമ്പോ ബാലേന്ദ്രന്റെ മനസ്സ് ഒന്ന് ഇടറുന്നുണ്ട് കേട്ടോ. എടാ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളക്കഥകളാണ്. എന്നാൽ അതിന്റെ കൂടെ ഒന്നുകൂടി ഓർക്കണം, സത്യങ്ങൾ പറയാനും അതിന്റെ അനന്തരഫലം നേരിടാനും തീരെ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഞാൻ മെനഞ്ഞെടുത്ത കഥകളാണ്. അങ്കിള് സത്യം പറഞ്ഞിട്ട് എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടായാലും ഇതിനേക്കാളൊക്കെ ഭേദമായിരിക്കും അത്. തീർച്ചയാണ്. അത് കേട്ട ബാലേന്ദ്രൻ മനുവിന്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ എന്നല്ല. ആണേ, ഉറപ്പാണെന്നാണ് മനുവിന്റെ മറുപടി. പക്ഷേ ഇത് കേട്ട് ബാലേന്ദ്രൻ മനു എന്ന് വിളിച്ചുകൊണ്ട്, നിനക്ക് ഞാൻ ഇവിടുന്ന് അബ്സ്കോണ്ടിങ് ആയ 2 ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാണേ. ഓർമ്മയുണ്ടെങ്കില് 2 ദിവസം ആരടുത്തും പറയാതെ കോയമ്പത്തൂരേക്ക് പോയിട്ട് തിരിച്ചു വന്ന് കുടിച്ചു മറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്.
മനു, ഞാനന്ന് പോയത് കോയമ്പത്തൂരേക്കല്ല, നീലഗിരിക്കാണ് ഗംഗാധര മേനോനെ കാണാൻ. ആ കാര്യം അങ്കിള് പറഞ്ഞില്ലല്ലോ. അവിടെ എന്തിനാണ് പോയത്? എനിക്ക് ഗംഗാധര മേനോനോട് ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് പോയതായിരുന്നു. എന്ത് ചോദ്യം എന്ന് മനു ചോദിക്കുമ്പോൾ, ബാലേന്ദ്ര മേനോൻ വൈജയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. ഇത് കേട്ടിട്ട് ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ മനു. ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രോമോ വിശേഷത്തില് വൈജയുടെ അടുത്ത് ശിവൻ കാര്യങ്ങളെല്ലാം പറയാണ്. അലീനയെ കഴക്കൂട്ടത്തുനിന്ന് ഇവിടെ എത്തിച്ചത് ആരാണെന്നാണ് നിന്റെ വിചാരം? വൈജ അതെല്ലാം ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അതേസമയം മനുവിന്റെ അടുത്ത് ബാക്കി കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. വൈജയന്തി പ്രസവിച്ച് ആ കുഞ്ഞിനെ രാമുണ്ണി മേനോനും അതുപോലെ തന്നെ നിന്റെ മുത്തശ്ശനും കൂടി ചേർന്നിട്ട് ഓർഫനേജിൽ എത്തിച്ച ആ പെൺകുഞ്ഞാണ് എന്റെ മകളാണെന്ന് പേരും പറഞ്ഞിട്ട് ഇവിടെ താമസിക്കുന്ന അലീന. അങ്ങനെ അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം അറിയുവാണ്. അത് കേട്ടിട്ട് ആകെ ചങ്ക് തകർന്ന അവസ്ഥയിൽ ബാലേന്ദ്രന്റെ അടുത്ത് കുറച്ച് എതിർത്തിട്ടാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് മനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ബാലേന്ദ്രൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല എന്നും തന്റെ റോൾ മോഡലായിട്ടുള്ള ബാലേന്ദ്രൻ കള്ളങ്ങളാണ് പറയുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയ ഒരേ ഒരാൾ നമ്മുടെ മനു മാത്രമാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം മനുവിന്റെ അടുത്ത് അറിഞ്ഞല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലീനയെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് മനു പോകുന്നുണ്ട്. ആ സമയത്ത് മനു അലീനയുടെ അടുത്ത് ചോദിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ആദ്യം അറിയേണ്ടിരുന്നത് ഞാനല്ലേ, നീ ആരാണെന്ന്. അത് കേട്ട അലീനയാണെന്നുണ്ടെങ്കിൽ സോറി മനുവേട്ട എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പുവാണ്. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടുവാണല്ലോ നമ്മുടെ മനു. കരഞ്ഞുകൊണ്ട് അലീനയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ് ചെയ്യുന്നത്.